ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ പച്ചപ്പും കവുങ്ങും തോപ്പെല്ലാം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടാന്നുള്ളത്. ഇന്നത്തെ ഇവിടുത്തെ ഒരു ദിവസമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. മയത്തും അറിയൊന്നുമില്ല. പുട്ട്, റവ പുട്ടാണ്. റവ പുട്ട് എന്ത് പുട്ട് വെച്ചു? റവ പുട്ടും കടലക്കറിയും. കടലക്കറി തിളച്ച് വരുന്നേ ഉള്ളൂ. തേങ്ങ കൂട്ടിയാ? മോർണിംഗ് നിച്ചൂട്ടി. ഫുൾ കൈ ഇട്ടിട്ടുള്ള വാ എവിടെയുള്ള ഇപ്പോ? കൊറോത്താ. അപ്പൊ നമ്മൾ ഇന്നലെ വൈകുന്നേരം കൊറോത്തേക്ക് വന്നതാണ്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, ഒരു ബർത്ത്ഡേ ഫംഗ്ഷന്റെ വീഡിയോ ആയിരുന്നു എൻ്റെ കസിൻ്റെ മോളെ. അപ്പൊ അതിന് വേണ്ടി വന്നിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം. നല്ല തണുപ്പ് ഇട്ടിട. രാവിലെ എന്ത് തണുപ്പ് അറിയാം. രാത്രി കിടക്കുമ്പോൾ ചെറിയ ചൂടുണ്ടായിനി, പിന്നെ കുറച്ച് തണുപ്പ് വന്നു. രാവിലെ ആകുമ്പോഴേക്ക് നല്ല തണുപ്പ്. നമ്മൾ വയനാട്ടിലെല്ലാം പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു തണുപ്പുണ്ടല്ലോ, അതുപോലത്തെ ഒരു തണുപ്പുണ്ട്. ഇപ്പം ആണ് കുറച്ചൊന്ന് ശരിയായത്. ഇപ്പോൾ ഒരു 8:30 എല്ലാം ആയി സമയം. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് കാണാം. ബ്രേക്ക്ഫാസ്റ്റ് എന്തമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ സമയം കൊണ്ട് ഉച്ചക്കേക്കുള്ള വറവിന് മുറിച്ച് വെക്കാമെന്ന് വെച്ചിട്ട് കാബേജ് അരിയായിരുന്നു. നിച്ചൂട്ടി എന്നെ അടുക്കളയിൽ നിൽക്കാൻ വിടുന്നില്ല. അമ്മ പുറത്ത് വാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും എടുത്തിട്ട് കൊലായത്ത് വന്നിരുന്നിട്ട് അരിയാണ്. ആ സമയം കൊണ്ട് നിച്ചൂട്ടിൻ്റെ കളിയും നടക്കും, ഇത് അരിഞ്ഞു വെക്കുന്ന അതും നടക്കുമല്ലോ. അപ്പോൾ ക്യാബേജ് ഇങ്ങനെ അരിയാൻ പഠിച്ചത് ഇവിടുത്തെ പാപ്പനശ്ശേരിയത്തെ അമ്മേൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ. നമ്മൾ സാധാരണ ഇങ്ങനെ കൊത്തി അരിയൽ അല്ലെങ്കിൽ മറ്റേ ക്യാബേജ് മുറിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിൽ ഉരസിയിട്ട് അങ്ങനെയാണ് ആക്കൽ. പക്ഷെ അമ്മ ഇങ്ങനെ നേർങ്ങനെ മുറിക്കുക ചെയ്യുക ചെറുതായിട്ട്. അപ്പം ഞാനും ഇപ്പം അത് കണ്ടിട്ട് ഇതുപോലെ തന്നെയാണ് ചെയ്യൽ. അച്ഛൻ പുലർച്ചയ്ക്ക് പോയിട്ടാ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുന്നേ, അച്ഛൻ പച്ചക്കറീൻ്റെ ഹോൾസെയിൽ ഷോപ്പിലാണ്. അപ്പം പുലർച്ചെ 5 മണിയാകുമ്പോൾ അച്ഛൻ പോവും, അവിടെ എത്തണം. അതുകൊണ്ട് ആ സമയത്തെ അച്ഛൻ പോയി. ഇനി ഉച്ച കഴിയുമ്പോൾ 2 മണിയെല്ലാം ആകുമ്പോഴേക്ക് 2:30 ആകുമ്പോഴേക്ക് വന്നോളും. അപ്പോൾ അതിനിടയിൽ ഗ്യാസ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാനും എന്തമ്മയും നോക്കിയിട്ടാവുന്നില്ല. അപ്പോൾ ഏട്ടൻ വന്നിട്ട് അതൊന്ന് ഇട്ട് തരാമെന്ന്. നമ്മൾ വലിച്ചിട്ട് അത് വരുന്നില്ല. ചില ഗ്യാസും കുറ്റി അങ്ങനെയാണ്, വലിച്ചാൽ വരുവേ ഇല്ലല്ലോ. അപ്പോൾ ഏട്ടൻ വന്നിട്ട് അതെല്ലാം ഒന്ന് സെറ്റാക്കി തന്നു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് എന്നാട്ടാ. എന്നാ ചായക്കടി എന്തുകൊണ്ട് ഇന്നലെ പറയുന്ന കേട്ടോണ്ടല്ലേ. റവപ്പുട്ടും കടലക്കറിയും. ഇച്ചിട്ട് പുട്ടെല്ലാം എടുത്ത് വെച്ചിട്ട് ഞാൻ ഒറ്റക്ക് തിന്നു പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. ഇച്ചി തിന്നു ഒറ്റക്ക് തിന്നോളൂ. എന്നാ വേഗം തിന്നോട്ടാ. ഓക്കെ, അമ്മ ഇവിടെ ഇരിക്കേ. ഇരിക്കാം. വാ എന്തമ്മ വാ. നമ്മള് ചായ കുടിച്ചിട്ട് കാണാം. എൻ്റെ അമ്മ സഹിച്ച് കഷ്ടപ്പെട്ട് നിൽക്കുകയാണ് വീഡിയോയില്. നമ്മൾ ചായ കുടിക്കട്ടെ. ചായ എല്ലാം കുടിച്ച് ഒരാള് ബാക്കിൽ നിന്ന് മെല്ലെ വരുന്നുണ്ടേ. മെല്ല. ഇതാരാണ്? സുന്ദരിക്കുട്ടി ആയിട്ട് കളിക്കാൻ പോവാ. എന്താണ്? ചോറും കറിയൊന്നും ആയിട്ടേ അല്ല ആക്കണത്രയാ? അതെ, എന്നാ കളിച്ചോ പോയിട്ട്. അപ്പൊ നിച്ചൂരി ഇവിടെ വന്നിട്ട് നല്ല സന്തോഷം. കുറെ സ്ഥലമെല്ലാം ഉണ്ടല്ലോ കളിക്കാൻ വേണ്ടിട്ട്, ഓടിച്ചാടി കളിക്കുമെന്ന്. അങ്ങ് കവുങ്ങും തോട്ടത്ത് പോവാൻ വേണ്ടിട്ടാണ് ധൃതിയാക്കുന്നത്. പോവാ. വീട്ടിലേക്ക് വിളിച്ചു, അച്ഛനെ അമ്മമ്മേനെ വിളിച്ചു. നമ്മളിപ്പോ അവര് കണ്ണൂര് പോവാൻ ഇറങ്ങുമെന്ന്. നമ്മള് വീട്ടിലില്ലെങ്കിൽ പിന്നെ അവര് വീട്ടിൽ നിൽക്കുകയേ ഇല്ല. വാവി ഇല്ലാത്തതുകൊണ്ട് ഒച്ചപ്പാടൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ബോറടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒന്ന് കണ്ണൂരെല്ലാം പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് വേറെ ഉണ്ടാക്കി പറയുന്നേ. അതെ അത് എന്ത് ചവുങ്ങും തോട്ടല്ല, കവുങ്ങും തോപ്പ്. എന്നാണ് ഉച്ചക്കെന്നാ സ്പെഷ്യൽ? എന്തമ്മ കൂട്ടുകറി അല്ലേ? ചേനയും കായും കടലയെല്ലാം കൂടെ ഒരു കൂട്ടുകറി. പിന്നെ ക്യാബേജ് വറവിന് വേണ്ടിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പുളിശ്ശേരി ഉണ്ട് അല്ലേ? പുളിശ്ശേരി ഉണ്ട്. ഇതാണ് ഉച്ചക്കത്തെ ലഞ്ച്. ഇട്ടരിച്ചോട്ടേ
നിനക്ക് ഇഷ്ടാണല്ലോ. കൊറച്ചാ ലേക്ക് അരിഞ്ഞു പോകൂട്ടാ. കൊറച്ച് വെച്ചിനാ തീ. എന്താ ഉണ്ടാക്കുന്നേ? ഭക്ഷണം ഉണ്ടാക്കുന്നേ? അമ്മമ്മ സ്പൂണ് നോക്കുന്നുണ്ടാ? കാണുന്നില്ല. അപ്പൊ ഇതാരാ പെട്ടെന്ന് ആള് മാറിയത് എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇത് അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയാണേ. നമ്മളെ വീടിൻ്റെ തൊട്ടപ്പം തന്നെയാണ് അച്ഛൻ്റെ അനിയൻ്റെ വീട്. അവിടുത്തെ ഇളയമ്മ വന്നിട്ട് ഇത് വസന്ത ഇളയമ്മ. അമ്മമ്മ പണിയെടുക്കുന്നതിൻ്റെ ഇടക്ക് അമ്മമ്മേനെ കൊണ്ട് പൂവെല്ലാം പെർപ്പിക്കുന്നോള് കളിക്കാൻ വേണ്ടിയിട്ട് അല്ലേ ചുട്ടേ. അപ്പോൾ അപ്പുറത്തേക്ക് പോകുമ്പോഴേക്ക് വസന്തലമ്മേൻ്റെ മോളെ കുട്ടിയുണ്ട്, വേദക്കുട്ടി. അപ്പോൾ വേദുവിൻ്റെ കുറേ കളിപ്പാട്ടം ഉണ്ടായിനാടെ. അതെല്ലാം എടുത്തു കൊടുത്തു വസന്തലമ്മ കളിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിച്ചുട്ടിക്ക് കുറച്ച് സമയം പോയി. മാളു ചേച്ചിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കളിക്കാൻ ആരും ഇല്ലല്ലോ ഇപ്രാവശ്യം പോയപ്പാടാ. അല്ലെങ്കിൽ സാധാരണ അവരും കൂടി ഉണ്ടാവില്ലേ. അതുകൊണ്ട് കുറേ കളിപ്പാട്ടം കിട്ടിയതുകൊണ്ട് അതെല്ലാം വെച്ച് കളിക്കുകയെന്ന്. അപ്പോൾ കളിക്കാൻ കുറേ പൂവ് ഇലയെല്ലാം വേണമെന്ന് പറഞ്ഞിട്ട് വസന്തലമ്മ പറിച്ചു കൊടുക്കുകയെന്ന്. അവിടെ ഇഷ്ടംപോലെ പൂവെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം നടന്ന് പറിക്കുകയെന്ന്. വസന്തമ്മ പൂവും പറിച്ചിട്ട് വരുന്നത് വെകിടൊന്നുമില്ല, നല്ല രസമുണ്ട്. അമ്മമ്മേനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നോള് പൂവെല്ലാം പറിച്ചിട്ട്. ഈ നാട്ടിൻപുറത്തിന്റെ പ്രത്യേകതയല്ല അതല്ലേ. അപ്പുറം ഇപ്പുറം എല്ലാം നമ്മൾ ഈ സ്വന്തം വീടായതുകൊണ്ടും അല്ല, അപ്പുറത്തെ ഇപ്പുറത്തെ പിള്ളേരും എല്ലാം ഇങ്ങോട്ട് വരും കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ടെല്ലാം. നമ്മളെ പാപ്പനശ്ശേരിയിൽ അത് നല്ലോണം കുറവാണ്. അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ വന്ന് ചോറും കറി വെച്ച് കളിക്കുക, ഒരുമിച്ച് കളിക്കലെല്ലാം ഭയങ്കര കുറവാണ്. ഇതിന്റെ കളിപ്പാട്ടുള്ളതോട് വേദ ചേച്ചി കാണും വീഡിയോയില്. എന്റെ കളിപ്പാട്ടെല്ലാം എടുത്തിട്ട് നിച്ചൂട്ടി കളിക്കുന്നുണ്ട് പറയണ്ട വേദ ചേച്ചി. വേദ ചേച്ചി വാലോട്ട് പോയിട്ടുണ്ടാവില്ലേ, വിളിച്ചാ കിട്ടുവാ. അപ്പൊ നമ്മള് കൊറേ നേരം നിച്ചൂട്ടി അപ്പുറത്ത് കളിച്ചു കേട്ടോ വസ്ത്രമേന്റെ അടുത്തുനിന്ന്. വേദ ചേച്ചിയുടെ കിച്ചൺ സെറ്റ് എല്ലാം എടുത്തിട്ട് ലിച്ചോ എന്നാ തിന്നുന്നേ? തക്കാളി മുറുക്ക. ഞാനും നിച്ചൂട്ടി ഇന്ന് പോസ്റ്റാണ്. ഏട്ടന് കുറച്ച് തിരക്കുണ്ട് ഉച്ച വരെ. അതുകൊണ്ട് നമ്മള് പോസ്റ്റ്, നമുക്ക് ഏടി പോവാനൊന്നും പറ്റൂല അല്ലേ കണ്ണാ? പിന്നെ ഉച്ചക്ക് ചോറെല്ലാം കഴിച്ച് നിച്ചോടിക്ക് തന്നെ ഒരു ഉറക്കുണ്ടാവും. ചെറുങ്ങനെ ഉറക്കണം, അല്ലെങ്കിൽ രാത്രി നമുക്ക് ടയേർഡ് ആവും അല്ലേ. അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് ശേഷം എവിടെയെങ്കിലും പോകണം. അതെല്ലാം പ്ലാൻ ചെയ്യണം അത്രേ അല്ലേ കണ്ണാ? ചോറും കറിയെല്ലായി, കൂട്ടുകറി ഇതെല്ലാം. മീനൊന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പൊ തൽക്കാലം ഉച്ചക്കേക്ക് മുട്ടയിലാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. വൈകുന്നേരം അച്ഛൻ വരുമ്പോൾ കൊണ്ടുവരും. കുറച്ച് കഴിയുമ്പോഴേക്കും നീച്ചുക്കണ്ട നല്ല ഉറക്കാന്നേ. ഉച്ചക്ക് ഉറങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ ഒരു 3 മണി 4 മണിയെല്ലാം ആകുമ്പോൾ നല്ലോണം ഉറക്കം വരും. അപ്പോൾ ആ ഉറക്കം പിന്നെ രാത്രിയത്തെ ഉറക്കത്തിനെ ബാധിക്കും. അതുകൊണ്ട് ഞാൻ കിടത്തി പാട്ടെല്ലാം പാടിക്കൊടുത്തിട്ട് അങ്ങനെ ഉറക്കിയതാണ്. നീച്ചൂട്ടി ഉറങ്ങി. നമ്മ രണ്ടാളും കൂടെ കവുങ്ങും തോപ്പിലേക്ക് വന്നതാണ്. അടക്കൊന്നുമില്ല വെറുക്കാൻ, വെറുതെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണേ. രസമുണ്ടല്ലേ ഇടുന്ന വീഡിയോ എടുക്കുമ്പോൾ? നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. നട്ടുച്ചയാണ് സമയം. 1 മണി കഴിഞ്ഞ് 1:30 ആവാനായി. എന്നിട്ടും ഇവിടെ ഇങ്ങനെ വെയിലൊന്നും അടിക്കാത്തതുകൊണ്ട് നല്ല രസമുണ്ട് കവുങ്ങും തോപ്പിൽ. പണ്ട് ഇവിടെ അടുത്തെല്ലാം കല്യാണം ഉണ്ടാകുമ്പോഴെല്ലാം ഉണ്ടല്ലോ, കല്യാണത്തിൻ്റെ തലേന്ന് ദിവസത്തെല്ലാം പെണ്ണിൻ്റെ വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഇവിടെ കവുങ്ങും തോട്ടത്തിൽ വരലുണ്ട്. പെണ്ണിനെ കൂട്ടിയിട്ട് ക്യാമറാമാൻമാർ. എന്നിട്ട് ഇങ്ങനെ കവുങ്ങിനെല്ലാം ചുറ്റി പിടിച്ചിട്ട്, പണ്ടത്തെ കല്യാണ വീഡിയോ എല്ലാം കാണില്ലേ, കവുങ്ങിന് ചുറ്റി പിടിച്ചിട്ടെല്ലാം വീഡിയോ എടുക്കുമല്ലോ, അങ്ങനത്തെ വീഡിയോ എല്ലാം എടുക്കാൻ വരുത്തുണ്ട്. ഇതിപ്പോൾ കാടെല്ലാം വഴക്കിയിട്ടുണ്ട് അച്ഛൻ. അതുകൊണ്ട് ഇതാ നല്ല നീറ്റുണ്ട് ഇതെല്ലാം കാണാം. അല്ലെങ്കിൽ ഇതിനിടയിലെല്ലാം കാട് പിടിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ചെടിയെല്ലാം ഉണ്ടാവൂലേ. പാമ്പൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇപ്പം നല്ല നീറ്റായിട്ടുണ്ട്. ഞാൻ 1-2 ഷോർട്ട് വീഡിയോവും ഒരു പാട്ടെല്ലാം എടുക്കാന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണേ. ഇതിട്ടിട്ട് ഒരു ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നീച്ചോട്ട് വേഗം എണീക്കുമ്പോൾ പോയിട്ട് ഒന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് ഒരു വീഡിയോയും കൂടെ എടുക്കാം. ഇങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമുക്ക് എപ്പം കിട്ടൂലല്ലോ. അതുകൊണ്ട് ഏട്ടനായിട്ട് നിൽക്കുക, ഞാൻ വേഗം പോയിട്ട് വരേ. ഓക്കെ, നമുക്ക് വേഗം പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. ഒരു മൗനം കസവണിയും ലയമൗനം.
ഇതാരാ ഉറങ്ങി എണീച്ചിട്ട് വരുന്നേ? ഉറങ്ങി എണീച്ചാ? അങ്ങ് എണീച്ചാ? എങ്ങനെ എണീച്ചേ? വേഗം എണീച്ചിനല്ലോ. ചോറ് കഴിക്കാം. എല്ലാം മുറിക്കാം. എന്നാ വേഗമായില്ലേ, പാത്രം കഴുകണ്ടല്ലോ. ഇച്ചിട്ട് അങ്ങനെ എണീച്ചാ? അമ്മ ഒരു ഡാൻസ് എടുക്കാൻ വന്നതാടാ. ഞാൻ ഒരു ഡാൻസ് എടുക്കുന്നതാണേ ഉണ്ടായിന്, അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോഴേക്കും നിച്ചുട്ടി ഉറങ്ങി എണീച്ചിട്ട് വന്ന്. എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം അല്ലേ കണ്ണാ? അത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ നമ്മള് ചോറുണ്ട്ട്ടെ. ചോറ്, മോര് കറി, കൂട്ടുകറി, കാബേജ് വറവ്, മുട്ട. നിച്ചു വേഗം തിന്നണേ. നിച്ചുട്ടി ഇലയിലും ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട്. വേഗം കഴിക്കണേ. ഓക്കെ? ആരാ വരുന്ന നിച്ചു? ഉറങ്ങി എണീച്ചു പറ. ഉറങ്ങി എണീച്ചു പറ. ഉറങ്ങി എണീച്ചു പറയാ. അച്ഛനെ കാത്തിക്കെന്ന് പറ. അപ്പൊ അച്ഛൻ പണിക്കെല്ലാം പോയിട്ട് വന്നല്ലേ? നാളെ പോണല്ലേ? മറ്റന്ന ലീവ്. നിച്ചു അച്ഛൻ എന്നാ കൊണ്ടുവന്ന് എന്നാ തിന്നുന്നത്? ഉള്ളിവടയാ? ടേസ്റ്റ് ഉണ്ടാ? സൂപ്പറാ? അടിപൊളിയാ? പറയാൻ സമയമില്ല. പിന്നെ എന്തുണ്ടാ വിശേഷം? കുഴപ്പമില്ലാണ്ട് മലയാളികളെ സ്ഥിരം റിപ്ലൈ. വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകുന്നു. നല്ല സുഖന്നെന്ന് ആരും പറയൂലല്ലോ. ഇച്ചൂട്ടി അച്ഛനോട് പാല് മേടിക്കാൻ പോയിട്ട് വന്നാ? അപ്പോഴേക്കും അമ്മ ഒരു ഡാൻസ് എടുത്തല്ലോ. ഇന്ന് നമുക്ക് ചായ കുടിക്കാം. ഇപ്പൊ അപ്പൊ കിരിച്ചൂട്ടി വന്ന് ഇനി ചായ കുടിക്കാം. നമുക്ക് ഉള്ളിവട കൂട്ടിട്ട് കളിക്കാൻ ചായ കുടിക്കാൻ പോവാ. ഇത് നമുക്ക് ടാറ്റ പോണ്ടേ? ഇപ്പൊ നിച്ചുട്ടി അച്ഛന്റെ കൂടെ പാല് മേടിക്കാൻ പോയേ. നിച്ചുനിപ്പോ അത് ശീലാണ്. എപ്പം വന്നാലും പാല് മേടിക്കാൻ പോകും അച്ഛന്റെ കൂടെ. അങ്ങ് റോഡിലുള്ള നമ്മളെ ആടെ ഒരു വീട്ടിലെ പോലെ. എന്നിട്ട് അവിടെ പോയി പാല് മേടിച്ച് വരുമ്പോഴേക്ക് നേരത്തെ മിസ്സായ ആ ഒരു ഡാൻസിന്റെ റീലെടുത്തു നമ്മള്. ഇനി നമ്മൾ ചായ കുടിച്ചിട്ട് കാങ്കോല് പോണം. അമ്മമ്മേന്റെ അടുത്തേക്ക് പോകണം ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. രാവിലെ അവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ വിളിച്ചപ്പോ വന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അമ്മമ്മേനെയും അച്ഛനെയും കാണാൻ വേണ്ടിയിട്ട് കാങ്കോലേക്ക് പോകണം. അതാണ് ഇനിയത്തെ പരിപാടി. സമയം 4 മണിയായി. വേഗം ചായയും കുടിച്ചിട്ട് ഇറങ്ങട്ടെ. വീണുമല്ല. അച്ഛൻ വന്ന് കുറച്ച് കഴിയുമ്പോഴേക്ക് ചായ ടൈം ആയിട്ടുണ്ട്. അച്ഛൻ നല്ല അടിപൊളി ഉള്ളിവടയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പം നമ്മളെല്ലാവരും ഉള്ളിവടയെല്ലാം കൂട്ടിയിട്ട് ചായ കുടിക്കട്ടെ. നിച്ചൂടി ഫസ്റ്റ് തന്നെ ഒന്നെടുത്ത് കടിച്ചിട്ട് കുറച്ച് എരിഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ബാക്കി ഇനി എരിവില്ലാണ്ട് കൊടുക്കണം. അപ്പം നമ്മൾ കാങ്കോല് പോവാൻ റെഡി ആയിട്ട് പോവുന്നേ. അതാ അച്ഛൻ വണ്ടിയും കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. വണ്ടി വളക്കാൻ നമ്മളിവിടെ റോഡ് ഈ 2 കവുങ്ങും കൂടെ മുറിച്ചാൽ ഇവിടെ പുതിയ റോഡാക്കിയില്ലേ നമ്മളെ വീട്ടിലേക്ക്. 2 കവുങ്ങും കൂടെ മുറിച്ചാൽ വണ്ടി ഉള്ളോട്ടേക്ക് പോകുമല്ലോ. അപ്പോൾ അത് മുറിക്കാൻ ആളെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് വണ്ടി നമ്മൾ ഇവിടെ വെച്ചിട്ട് പോകും. അപ്പോൾ ഏട്ടൻ റിവേഴ്സ് പോയിട്ട് അത് വളക്കുന്നുണ്ട്. ഇതാച്ച വണ്ടിയും കൊണ്ട് അങ്ങ് എത്തി. ഇതാണ് റോഡ്. അടം വരെ എത്തും. ആ ഒരു 2 കവുങ്ങും കൂടെ മുറിച്ചാലേ ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുമല്ലോ. അതുകൊണ്ട് വണ്ടി അങ്ങ് വെച്ചിട്ട് നമ്മൾ നന്നെ. ഇതിപ്പോൾ റിവേഴ്സ് വന്നിട്ട് വളക്കണം. പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കാങ്കോല് ടൗണിലെത്തിയപ്പോൾ അവിടെ നിർത്തി കുറച്ച് ബേക്കറി എല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക്. അപ്പോൾ അതെല്ലാം വാങ്ങിയത് അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ബേക്കറിയിൽ കുറേ ഐറ്റംസ് എല്ലാം അവിടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെല്ലാം വാങ്ങിച്ചു നമ്മൾ. അപ്പോൾ നമ്മളിതാ എന്റെ അമ്മ അണ്ണാറക്കണ്ണനെ ഹിന്ദിയിലെന്നാ പറയലെന്നാ. അതെവിടുന്ന ഇപ്പൊ കിട്ടീനി? അമ്മക്ക് അറിയില്ലടാ. അമ്മക്ക് അറിയില്ല. അച്ഛൻ പറഞ്ഞുതരാം. അച്ഛൻ ഹിന്ദിക്കാരനാണ്. ഹിന്ദി പണ്ടേ അറിയില്ല. അമ്മ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. എന്നെ മോക്ക്
നമ്മളിതേ കാങ്കോല വീട്ടിലെത്തിയിട്ടുണ്ട്. അമ്മമ്മ അച്ഛച്ചും കാത്തിക്കുന്നുണ്ടാവും. നോക്കാട്ടെ നമുക്ക്. കാങ്കോല വീട്ടിലെത്തി. ഇതെൻ്റെ അമ്മേൻ്റെ ഏച്ചിയാണ്, എൻ്റെ വല്യമ്മ. അപ്പോൾ വല്യമ്മ ആടി ഉണ്ടായിന്. വല്യമ്മ പോകാൻ ഇറങ്ങിയതാണ് വല്യമ്മേൻ്റെ മോളെടുത്തേക്ക്. അപ്പോൾ നമ്മൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്തതാണ്. അപ്പം ഒരു അരമണിക്കൂറോളമായി നമ്മൾ വന്നിട്ട് എൻ്റെ അകത്തുനിന്ന് അമ്മമ്മേൻ്റെയും വല്യമ്മേൻ്റെയും കൂടെ കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു, 6 മണിക്കൂർ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടാണ്. അപ്പോൾ വല്യമ്മ പോകാൻ ഇറങ്ങി. നേരത്തെ ഇറങ്ങിയതാണ്. ഞാൻ കുറച്ച് നേരം കൂടി ഇരിക്കുന്ന പറഞ്ഞിട്ട് പിടിച്ച് നിർത്തിയതാണ്. പിന്നെ കുറച്ച് നേരം വർത്താനെല്ലാം പറഞ്ഞിട്ട് വല്യമ്മ ഇറങ്ങിയേന്ന്. നമ്മൾ കറക്റ്റ് ആ സമയത്ത് പോയത് കൊണ്ട് കണ്ടു. കുറേ നാളായി വല്യമ്മേനെ കണ്ടിട്ട്. വല്യമ്മേൻ്റെ വീട് കുറച്ച് അപ്പുറത്ത് തന്നെയാണ് കേട്ടോ, കാങ്കോല തന്നെയാണ്. എൻ്റെ അമ്മേൻ്റെ വീട്ടിൻ്റെ കുറച്ചടുത്ത് തന്നെയാണ്. കുരുത്തം കേട്ടതേ അല്ല അടുക്ക് അടുക്ക്. ആരാ കുരുത്തം കേട്ടത്? പിന്നെ ആരാ കുരുത്തം കേട്ടത്? അവരാ കുരുത്തം കേട്ടത്? കളിപ്പൂച്ചേ. അപ്പൊ നമ്മ കാങ്കോല് വന്നാൽ എപ്പോൾ നിച്ചൂട്ടി കീലേ നടക്കണം കേട്ടോ, പറമ്പിലേക്കൂടെ കുറച്ച് നേരം. എന്നാൽ മാത്രമേ സമാധാനമാവില്ല. അവിടെ വന്നപ്പോൾ മുതലുണ്ട് വാ നമുക്ക് നടക്കാൻ പോകലാന്ന് പറയുന്നത്. നമ്മളെ ബാക്കിലെ വയലും തെങ്ങും തോപ്പെല്ലാം ഉണ്ടല്ലോ, അതിൻ്റെ ഇടയ്ക്കേ കൂടെ നടക്കണം ഒന്ന്. വീട്ടിൻ്റെ ബാക്കിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് നിച്ചൂട്ടീനെയും കൊണ്ട്. അവിടെ കുറച്ച് കൃഷിയെല്ലാം ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. പണ്ട് ഇഷ്ടം പോലെ ഉണ്ടാവലുണ്ട് കേട്ടോ. അമ്മമ്മയും അച്ഛനും കുറച്ചും കൂടെ യങ്ങായിട്ടുണ്ടാകുമ്പോൾ ഇഷ്ടം പോലെ കൃഷിയെല്ലാം ഉണ്ടാവലുണ്ട്. ഇപ്പം പിന്നെ വയസ്സായില്ലേ, എന്നാലും അവിടെ കുറച്ചെല്ലാം നടത്തിയിട്ടുണ്ട്. അപ്പോൾ നിച്ചൂട്ടി ഒളിച്ചിട്ട് നമ്മളെ ബോ ആക്കി കളിക്കുകയെന്ന്. അമ്മയും അച്ഛനും ഒളിക്ക്, ഞാൻ ഒളിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാമെന്നെല്ലാം പറഞ്ഞിട്ട് കളിക്കുമെന്ന്. ഇപ്പം ഇതാ കോവക്ക നട്ടിട്ടുണ്ട്. കോവക്കേൻ്റെ തണ്ട് നട്ടിട്ട് അതിങ്ങനെ പടർന്ന് വരുന്നുണ്ട്. ഇത് മുകളിൽ ഫുള്ള് നെറ്റെല്ലാം ഇട്ട് കൊടുത്തിട്ട് സൈഡിൽ മുളയെല്ലാം വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ പടർന്ന് പന്തലിച്ച് അതിന് നിറച്ചും കോവക്ക ഉണ്ടാവും. സ്ഥിരം കോവക്ക ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് പണ്ടേ ഉണ്ടാവല്. ബാക്കി പാടിച്ചു. താമര പാട്. ഒരു പാട്ട് പാടി കൊടുക്കിച്ചിട്ട് അമ്മക്ക് ആ പാട്ട് ഓർമ്മയില്ല. നിച്ച് പാടിത്തന്നെ. അമ്മക്ക് അറിയില്ല. അയ്യോ ഞാൻ എത്ര കൊല്ലായിന്ന് അറിയാം ഇടാ. ഞാനെല്ലാം +2 എല്ലാം പഠിക്കുമ്പോൾ അതിന് മുന്നേ ഉണ്ട് തോന്നുന്നു. അത്രയും കൊല്ലായി. അയ്യോ ഞാനിടാ. നല്ല സുഖമാണ്. വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ട് ആടാൻ വേണ്ടി നല്ല സുഖമാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും മാമൻ എത്തിയിട്ടുണ്ട്. ഇതെൻ്റെ അമ്മേൻ്റെ അനിയനാണ്. നിങ്ങൾ മുന്നേയുള്ള 1-2 വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ മാമൻ പയ്യന്നൂർ BSNL സബ് ഡിവിഷണൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പം നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ മാമൻ പറഞ്ഞു ദാ ഞാൻ വരലായി ഓഫീസിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് ഇന്ന് മാമനെ കാണാൻ പറ്റി. കുറച്ച് നാളായി മാമനെ കണ്ടിട്ട്. അതുകൊണ്ട് മാമനും നല്ല ഹാപ്പിയായി നമ്മൾ എല്ലാവരെയും കണ്ടപ്പോൾ. എന്നിട്ട് നമുക്കൊന്ന് അങ്ങോട്ടേക്ക് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി. നമുക്ക് ആക്കപ്പൂ പിടിക്കാൻ പോകുന്നുണ്ട്. ചെറിയ ഓലരെ ഇതെല്ലാം ആക്കിയിട്ട് ഓണത്തിന് പൂക്കളിവിടെ. മാമ എന്തുണ്ട് വിശേഷം? അടിപൊളി വിശേഷം. അമ്മാവൻ ഓഫീസിൽ നിന്ന് എത്തിയതേ ഉള്ളൂ. എന്നിട്ട് പിന്നെ നേരെ നമ്മളിപ്പുറം നാട് കാണിച്ചു തരാൻ ഇറങ്ങി. നിച്ചൂട്ടിനെ നാട് കാണിക്കാനല്ലേ, നിച്ചൂട്ടിനെ വയലെല്ലാം കാണിച്ചു കൊടുക്കാൻ ഇറങ്ങി അല്ലേ മാമൻ? വാ നടക്ക്, കാണാമല്ലോ നമുക്ക്. ഈ ഒരു സ്ഥലത്തേക്കൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് നമുക്ക്. നമ്മളെ നാട്ടിൻ്റെ ഒരു മണം കിട്ടുകയെന്നെല്ലാം പറയില്ല. ആ നെല്ലെല്ലാം കൊയ്തിട്ടിട്ടുണ്ട് അതിനവിടെ. അതിൻ്റെ ഒരു സ്മെല്ലും ആ വയലിൻ്റെ നടുക്കേക്കൂടെ പോകുന്നത്, കുറേ പക്ഷികൾ പറക്കുന്നത്, കൊച്ചകൾ ഉണ്ടാവുന്നത്, എന്ത് രസമാണെന്നറിയാം. നമ്മൾ സിനിമയിലെല്ലാം കാണുന്ന പോലെ സ്ഥിരം ഇത് ഉള്ളവർക്ക് അത്ര ഫീല് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ ടൗണിലൊക്കെ താമസിക്കുന്നവർക്ക് നല്ലോണം റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്കൂടെ നടക്കുമ്പോൾ ആ ഒരു ഫീല്. ഞാനിപ്പം കുറേ നാളായി ഇങ്ങനെ ഒന്ന് എൻജോയ് ചെയ്ത് ഇവിടത്തേക്കൂടെ എല്ലാം നടന്നിട്ട്. അപ്പം ഇന്ന് ശരിക്കും നല്ലോണം എൻജോയ് ചെയ്തു. നമ്മൾ വയലിൻ്റെ നടുക്കേ കൂടെ നടന്ന് പോവുന്നേ. നിച്ചൂട്ടിക്ക് ഇതെല്ലാം ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്, വയലിൻ്റെ നടുക്കേ കൂടെ എല്ലാം നടന്നിട്ട് പോകുന്നത്. മാമ മുമ്പിൽ നടന്നിട്ട് പോകുന്നുണ്ട്. കുഞ്ഞി പോവണ്ട, വാ വാ വാ, മാമൻ അവിടെ നിൽക്കും. വാ അതിൻ്റെ ഇടയിൽ പിള്ളേർ കളിക്കുന്നതെല്ലാം ഉണ്ട്. ഞാനൊരു 10
വർഷമല്ല 10 വർഷത്തിലെല്ലാം അധികം ആയിട്ടുണ്ടാവും ഇതിലേ കൂടെ പോയിട്ട്. 10 കേട്ടോ, 10-15 വർഷമായിട്ടുണ്ടാവും. പണ്ടെല്ലാം പോക്കുണ്ടായിനി ഇതിലേ കൂടെ. വെള്ളൂർ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇതിലേ കൂടെ പോയിട്ടുണ്ടായിനി. കുറേ വർഷങ്ങളായിട്ട് പോയില്ല. അപ്പം ഇങ്ങനെ പോകുമ്പോൾ ആ ഒരു പണ്ട് ചെറുതുണ്ടാകുമ്പം അമ്മേൻ്റെയും ചേച്ചീൻ്റെ എല്ലാം കൂടെ വലിയമ്മേൻ്റെയും അമ്മമ്മേൻ്റെയും എല്ലാവരും കൂടെ പോയതെല്ലാം ഓർമ്മ വന്നു. ആ 2 സൈഡിലും ഫുള്ളായിട്ട് ഇങ്ങനെ വയലായിട്ട് അതിന് നടുക്കേക്കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക രസം. ഞാൻ ഏട്ടനോട് പറയായിരുന്നു നമുക്കതെങ്കിൽ വീഡിയോയിൽ എടുക്കാൻ ഇങ്ങടെ വന്നാൽ മതി, ഇനി നല്ല രസമുണ്ട് എന്ന്. നെല്ലെല്ലാം ഇങ്ങനെ കുലച്ച് നിൽക്കുന്നുണ്ട്. അതിനെല്ലാം ഇങ്ങനെ തൊട്ട് തലോടി നമ്മൾ സിനിമ പാട്ട് സീനിലെല്ലാം അങ്ങനെ കാണില്ലേ, അതേപോലത്തെ എല്ലാം ഒരു ഫീല് നടക്കുന്ന സമയത്ത്. കുറേ നേരം നീച്ചൂട്ടി നടന്നു. പിന്നെ ഇങ്ങനത്തെ വരമ്പിലേക്കൂടെയെല്ലാം നടക്കുമ്പോൾ പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് അങ്ങനെ നടക്കാനാവില്ല, അവൻ്റെ നമ്മളെടുത്തു. അങ്ങനെ വയലെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു കുഞ്ഞ് അണക്കെട്ടിൻ്റെ അടുത്താണ് കേട്ടോ എത്തുക. പണ്ട് ഈ അണക്കെട്ട് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകാൻ എനിക്ക് എന്ത് പേടിയാന്ന് അറിയാം. എപ്പോഴൊന്നും പോയില്ല, എപ്പോഴെങ്കിലും കാങ്കോയിൽ പോയിട്ട് ആ വെള്ളൊരു ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് അങ്ങനെ ക്രോസ് ചെയ്യണം. എനിക്ക് ഭയങ്കര പേടിയാണ്, ഇപ്പോഴും എനിക്ക് പേടിയാണ് കേട്ടോ. വെള്ളം എനിക്ക് ഭയങ്കര പേടിയാണ്, ഹൈറ്റ് എന്നുള്ള ആ പാലത്തിലേക്കൂടെ കടന്നു പോകുമ്പോൾ. പുഴേൻ്റെ മുകളിലുള്ള റോഡിലൂടെ പോകുമ്പോൾ തന്നെ പണ്ട് പേടിയാണ് അത്രയും. അപ്പോൾ ഇതും എന്തായാലും അത്രയും പേടിയായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീഴുന്നതെല്ലാം നിച്ചൂട്ടിക്ക് കാണിച്ചു കൊടുത്ത്. കണ്ട അണക്കെട്ട്? ഇവിടെ പണ്ടെപ്പോ കണ്ടിട്ടുണ്ട് അണക്കെട്ട്. കണ്ട ഇതാണ് അണക്കെട്ട് കേട്ടാ. വെള്ളം പോകുന്ന സൈഡിൽ ശരിക്കും കാവാന്നേ. അവിടെ നാഗത്തുമൂല എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അപ്പം നാഗരാജാവും നാഗകന്യകയും അവിടെ തെയ്യെല്ലാം ഉണ്ടാവലുണ്ട് കേട്ടോ. 2 വർഷം കൂടുമ്പോൾ അന്ന് തോന്നുന്നു അവിടെ തെയ്യം ഉണ്ടാവുക. അന്നേരം ഈ കാവിൻ്റെ ഉള്ളിലാണ് തെയ്യം ഉണ്ടാവുക. അതിനെ കുറച്ചിങ്ങനെ സൈഡെല്ലാം ഒരുക്കി ആൾക്കാർക്ക് നിൽക്കാൻ പറ്റിയ രീതിക്ക് ആക്കിയിട്ട് അവിടെ തെയ്യം ഉണ്ടാവും. ഞാൻ ഇതുവരെ പക്ഷെ പോയിട്ടില്ല അവിടെ തെയ്യം കാണാൻ വേണ്ടിയിട്ട്. അമ്മയെല്ലാം പണ്ട് പറയുന്നതൊക്കെ പോലെ ഉണ്ട് എന്ന്. കഴിഞ്ഞ തെയ്യത്തിന് തന്നെ അമ്മമ്മയെല്ലാം പോയിനെന്ന് പറയുന്നുണ്ടായിനി. ഞാൻ ഇതുവരെ പോയിട്ടില്ല പക്ഷെ. അപ്പോൾ ഇവിടെയാണ് നാഗകന്യകയും നാഗരാജാവെല്ലാം ഉണ്ടാവുക. നാഗരാജാവും നാഗകന്യകയും അല്ലേ? അപ്പൊ തെയ്യം ഉണ്ടാവില്ല ഇവിടെ തന്നെയാ? കാവിന്റെ ഉള്ളിലാ? ഓ, ഈ ഒരു ഈവനിങ് വാക്ക് നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തു. മാമനാണെങ്കിൽ ഞാൻ ഏട്ടനോട് പറയുന്നു മണിച്ചിത്രത്താഴില് നാഗവല്ലിനെ പോലെ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ പണ്ടത്തെ കാര്യമെല്ലാം പറഞ്ഞോണ്ട് ഇങ്ങനെ നടക്കുമെന്ന്. ഈ ഡയലോഗ് കേൾക്കുമ്പോൾ മാമ വീഡിയോ കാണുമ്പോൾ ചിരിക്കുന്നുണ്ടാവും മിക്കവാറും. അപ്പോൾ അതെല്ലാം ഇങ്ങനെ പണ്ടത്തെ ഓർമ്മയെല്ലാം പറഞ്ഞിട്ട് അതെന്നേരം അമ്മയും പണ്ടെല്ലാം കുറേ ഓർമ്മകളെല്ലാം പറയലുണ്ട്. അതുമായിട്ട് എനിക്ക് നല്ലോണം റിലേറ്റ് ചെയ്യാൻ പറ്റി മാമ പറയുന്ന സമയത്ത്. നല്ലൊരു സുഖം കിട്ടി. അതിലേക്കൂടെ പോയി ആ ഒരു നല്ലൊരു സ്മെല്ലും ആ ഒരു നല്ല ഓക്സിജൻ ശ്വസിച്ചൊരു ഗുണവും എല്ലാം കൂടെ ആകുമ്പോഴേക്കും ഒരു പ്രത്യേക വൈബായിരുന്നു. ഒരു വലിയ മരം ഉണ്ടായിരുന്നു. അതിൻ്റെ താഴെയെല്ലാം കാണാൻ എന്ത് രസമാണെന്നറിയാം. വലിയ മരവും അതിൻ്റെ താഴെയായിട്ട് ഇത് രസമല്ലേ ശരിക്കും. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് വർത്താനം പറഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോഴേക്കും സമയം 6 മണി 6:30 ആവാനായിട്ടുണ്ടായിനി. അപ്പൊ നമ്മളിതാ തിരിച്ചു പോവാന്ന്. ഇത് അടുത്ത ദിവസമാണ് കേട്ടോ വീഡിയോ എൻഡ് ചെയ്യുന്നത്. ഇന്നലെ വൈകുന്നേരം കാങ്കോയിൽ നിന്നെല്ലാം വന്ന് പിന്നെ സമയം ആയിരുന്നല്ലേ 7 മണിയെല്ലാം ആവാനായി ഇനി വരുമ്പോ. അടുത്ത ദിവസമാണ് ഇത്. നമ്മൾ തിരിച്ച് പാപ്പിനിശ്ശേരിക്ക് പോവാന്ന്. പാപ്പിശ്ശേരി പോണ്ട പോലെ ഇച്ചുവിന്. നമ്മള് ചായയെല്ലാം കുടിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. പോകുമ്പോ ഒരു സങ്കടം, എന്നാലും അവിടെ അച്ഛനും അമ്മയും കാത്തിരിക്കുന്നു. നീച്ചുട്ടിനെ കാത്തിട്ട് ഗേറ്റിലും തുറന്നു വെച്ചിരിക്കുന്നുണ്ട്. എന്നാ പറയുന്ന അറിയാം, എന്റെ ഒരു ടീച്ചറെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടീച്ചറെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ടീച്ചറെ വിളിച്ചു നോക്കുമ്പോ ടീച്ചർക്ക് പനിയായിട്ട് കിടക്കുവാന്ന്. അപ്പൊ പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അത് പനിയില്ല. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ടാറ്റാ.